നിനക്കൊക്കെ എന്തിനാടാ വെള്ളം? പുറമ്പോക്കി പ്ലാവന കിട്ടില്ലേ? അത് വെച്ചങ്ങ് തുടച്ചാ പോരെ? പറയടാ പട്ടി. സാർ എസ് പി ആണ്. സാർ രാജീവനാ. താനൊക്കെ എന്തുകൊണ്ടാക്കോടോ അവിടെ? കഴിഞ്ഞ ആഴ്ച മുതൽ തന്നോട് പറഞ്ഞിരുന്നതാ ഈ സർവേ നടന്നിരിക്കുന്നത്. താനെല്ലാം നശിപ്പിച്ചു. സാറേ പ്രൊട്ടസ്റ്റ് അത്രയ്ക്ക് ശക്തമായിരുന്നു. എന്ത് പ്രൊട്ടസ്റ്റ്? ആ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കരുത് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? താനൊക്കെ കോളനിക്കാരെ കണ്ടോ പാൻറ്റി മുള്ളി. നാളെ താൻ എന്നെ വന്ന് കാണാം. സാർ അവിടെ പണിയറിയാവുന്നതിന് വെച്ച് ഞാൻ കാര്യം നടത്തിക്കോളാം. ഞാനൊക്കെ നിയമം വെച്ച് കളിച്ചാ നീയൊക്കെ വെറും തീട്ടാ തീട്ട. ഷഫ്ന, സാർ ഷഫ്ന ഇറങ്ങാറായോ? എന്തു പറ്റി സാർ? ഞാൻ ആ ദിനേശിന്റെ കടയിൽ ഒരു കിറ്റ് പറഞ്ഞിട്ടുണ്ട്. താൻ പോയി നിങ്ങൾ മേടിച്ചോണ്ട് വാ. ആ സാർ. സാർ ആ ഇന്ന് വൈകിട്ട് അനിയത്തിന്റെ എൻഗേജ്മെന്റ് ആണ്. ആ ശരി ശരി ശരി. എന്താ ശങ്കര? ഇന്നലെ രാത്രി തൊട്ട് വേലയില കാണാനില്ല. എന്താ ചെയ്യോ പോലെ? പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തവനല്ലേ അവൻ. എവിടെ കറങ്ങി നടന്നാലെന്താ? അതിന് പാപ്പനെ പെണ്ണ് കെട്ടിക്കാൻ വന്നതല്ല, അയാളെ കാണാനില്ലെന്ന് പറയാൻ വന്നതാ. അണ്ണാ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇയാളെ കൊണ്ട് നടപടിയാവില്ലാന്ന്. വെറുതെ സമയം കളയാനായിട്ട്. ഞാനല്ല, മറ്റാരിടപെട്ടാലും നിങ്ങളുടെ പ്രശ്നം തീരില്ല. അപ്പോ നിങ്ങൾ എവിടെയാ? ഒന്ന് പെട്ടെന്ന് വാ, പാപ്പൻ എത്തിയിട്ടുണ്ട്. പോലീസുകാരാ കൊണ്ടുവന്നിട്ടത്. എന്താ പറ്റേ? പാപ്പാ എന്തു പറ്റിയാശാന? എന്തുണ്ടായോ പാപ്പാ? എനിക്കൊന്നും ഒരു ഓർമ്മയില്ല. ഞങ്ങളെല്ലാം ഒന്ന് പോയി തരാം. എനിക്കൊന്ന് കിടക്കണം. എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങണം. എല്ലാവരും ഒന്ന് പോയേ, ആശാങ്ങനെ ഉറങ്ങട്ടെ. എടാ എല്ലാവരും ഒന്ന് പോയേ, ഞാൻ കൊണ്ടുവന്നു. ചെല്ല്. എടാ എല്ലാരും വിളിച്ച് പോയേ. ചേച്ചി ബാപ്പോ. എടാ അപ്പോ ഒരു വീടാ. സത്യം പറ പാപ്പ, ഏത് പോലീസാ പണി വന്നേ? ഈ കൊല്ലത്തങ്ങാടിയിൽ ഒരു കളവോ കൊലയോ നടന്ന് പോലീസുകാർ ആദ്യം എത്തി നിങ്ങളാ. ശരീരം എത്ര കണ്ടാടാ അപ്പോ? പാപ്പ കാര്യം പറ പാപ്പ, എന്താ ഉണ്ടായെന്ന് പറ. എനിക്കൊന്നും മുങ്ങണം. ഞാനും വരാം. എനിക്ക് കമ്പനിയാ. നീ വല്ലതും കണ്ട് പേടിച്ച നാണോ ഇല്ലടാ. എന്റെ പൊന്നു പാപ്പ, ഈ സമയത്താണ്. എടാ അപ്പോ മൂത്രത്തിന് വരം ചോരടാ വരുന്നേ. പാപ്പ എന്താ പച്ചേർക്കിളി പറയണു? പച്ചേർക്കിളുണ്ടായ മാമരെ പെരുമാറിയത്. പാപ്പ ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം, നമുക്ക് ആശുപത്രി പോവാ. എനിക്ക് ആശുപത്രി എനിക്ക് പോകണ്ടാ. നീ എന്നെ കുറച്ച് നേരം എന്നെ കെട്ടിപ്പിടിച്ചിരുന്നാ മതി. ഞാൻ ഇവിടെ ഇരുന്നോളാം പാപ്പ. എടാ എടാ രമേശേ, അണ്ണാ ആരെങ്കിലും വാടാ. പാപ്പ വാടാ ആരെങ്കിലും. പാപ്പ കണ്ണടക്കല്ലേ.
എന്തെങ്കിലും കിതക്കുന്നേ? അച്ഛനെവിടെ? അണ്ണൻ വരുന്നുണ്ട്. ഞങ്ങളാ സി ഐ പണിഞ്ഞ് അവ ഇനി എണീറ്റ് നടക്കണ്ട. നിങ്ങളിത് എന്തൊക്കെയാ ചെയ്യണേന്നറിയോ അപ്പു? എന്തൊക്കെ ചെയ്താലും നമ്മുടെ പാപ്പൻ അനുഭവിച്ച പോലെ വരില്ലല്ലോ. അണ്ണൻ ടെൻഷൻ അടിക്കണ്ട, വാ. എന്താടാ നീ ഒന്ന് ആത്തി കയറി. നീ അണ്ണന്റെ ബാഗ് വെക്കി. എടാ ചന്ദ്രമക്കലോട് ഞാൻ സംസാരിച്ചിട്ട് എല്ലാം ശരിയാക്കാന്നാ പറയുന്നത്. അതുവരെ നിങ്ങളൊന്ന് മാറണം. ആത്തി കയറി പറയാം. ഞാൻ തെങ്കാശിയിലുള്ള ശെൽവളനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി അങ്ങനെ പോകണ്ട. ഞാൻ എന്തായാലും പുലർച്ചെ കൊണ്ട് പോകും. നീ സന്തോഷം കൂട്ടി കൊണ്ട് വന്നാൽ മതി. എൻ്റെ വിഷമം അതല്ല. നമ്മളെല്ലാവരും കൂടി പോയി അവർ ബസ്സാറിയ കയറുമെന്ന് എൻ്റെ പേടി. എന്നാ എല്ലാവർക്കും പിടി കൊടുക്ക. നീ ഒന്നും മിണ്ടായിരിക്കും. പുറത്താകെ പോലീസാ. പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞാൽ നടപടിയാണ് കേസല്ല. നാളെ ഒന്ന് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, അതാ സേഫ്. പിന്നെ അണ്ണന് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോലീസുകാരായി പെട്ടാ അതവിടെ തീർന്നു. സന്തോഷ് വണ്ടിയുള്ള സ്ഥലത്തല്ലേ നിങ്ങൾ വണ്ടിയാണ്? ആ ചേട്ടാ നിർത്തണ്ട വിട്ടോ. കുഴപ്പമില്ലേട്ടാ, എനിക്ക് പരിചയമുള്ള ആളാ. ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ ആ സ്റ്റാൻഡിൽ വരും. ആ അതെന്ത് പണിയാണ് ചേട്ടാ? നമ്മുടെ കൂട്ടത്തിൽ ഒരു തന്നിട്ട് പണിതിട്ട് നൈസായിട്ട് നാട് വിട്ടാ പിന്നെ നമ്മളെ കാരാശ്വരത്തല്ലേ? അതെ സാറേ. എടാ ഈ സമയത്ത് നമ്മൾ ആ ബാർ വഴി പോണോ? ഇവിടെ കയ്യിൽ 5 പൈസ ഇല്ല. ഇതെപ്പോ തിരിച്ചൊരുന്ന് അറിയാൻ വയ്യാത്ത പോക്കല്ലേ. അച്ഛൻ കുറച്ച് പൈസ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിർത്തടോ. ഇവരൊന്നും ഒന്നും പറയാൻ പോണില്ല. ഇവന്മാർക്കേ കൂറിച്ചിരി കൂടുതലാ. എന്തു പറയുക സാറേ, ഉമ്മാരെ പൊക്കണ്ടേ? ഇവന്മാർ ഓടിയാ എവിടം വരെ ഓടും? നമുക്ക് പൊക്കാട ഉത്തമ. ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാം സാറേ. എടോ ഇത് ഇന്ന് വല്ലതും തീരോ? ഇപ്പൊ തീർക്ക് സാറേ. ഇതൊക്കെ ഏതാണ്? ഓ അയാൾ എത്രയും പെട്ടെന്ന് മെഡിക്കലിൽ എത്തിക്കണം. അയാളെങ്ങനെ ഇവിടെ കിടന്ന് വല്ല ഹാർട്ട് അറ്റാക്ക് അയച്ചാൽ അറിയാലോ. ഓക്കെ സാർ. റിമാൻഡ് റിപ്പോർട്ട് റെഡി ആയിക്കോ. ഓക്കെ. ഡോ ആ ചോർച്ചയുടെ അവസ്ഥ നോക്കിയിട്ട് ആ CCTV ഒന്ന് സെറ്റ് ചെയ്യും. ചെയ്യിക്കാം സാർ. സാർ എടോ കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ ലീവിൻ്റെ പേപ്പർ DPUലേക്ക് അയക്കാൻ മറക്കണ്ട. സാർ അതിൻ്റെ കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചേക്ക്. ആ എടോ താനാണ് ആ പെണ്ണിനെയും ചെക്കനെയും കസ്റ്റഡിയിലെടുത്തത്? അതെ സാറേ, ഞാനാ ബുക്ക് ചെയ്ത്. രണ്ടിൻ്റെ ഒരു ചുറ്റിക്കളി. എന്ത് കുറ്റിക്കളി? സാറേ പബ്ലിക്കായിട്ട് കിസ്സിങ് ബലമായിട്ട് പിടിച്ച രണ്ടിനെ മാറ്റിയത്. തനിക്കൊക്കെ എന്തിൻ്റെ കഴപ്പാടോ? എടോ ഒരു SHO ആണ് തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുന്നത്. അതിനിടയിലാണ് തൻ്റെ കിസ്സിങ് കേസ്. സാറേ അത് മാത്രമല്ല, ഇവിടെ ഈ ലേഡീസ് ഹോസ്റ്റലിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ഇവറ്റകളാണോ എന്നൊരു ഇൻഡ്യൂഷനും ഉണ്ട്. താൻ തൻ്റെ ഈ തൊലഞ്ഞ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്ക്. എടോ ഒരു കിളവനെ പൊക്കിക്കൊണ്ടൊന്നും ഒന്നും ആയില്ല. ഇനി 2 പേരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ, അത് മറക്കണ്ട. മനസ്സിലായ? എടോ ആ കിസ്സിങ് കേസുകാരെ ID മേടിച്ച് വിട്ടേക്ക്. സാർ ഓരോ ഉടായ്പും പൊക്കിക്കൊണ്ട് വന്നോളൂ.